आप सबका स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए दृश्यम 3 मूवी के सीन 2 का रिएक्शन। और दृश्यम 3 जो है ना उसके अंदर इस तरीके से अभी चीज़ें फॉर्म हो रही हैं कि ऐसा लग रहा है कि कोई भी कुछ भी कर सकता है। क्या वो जो आए हैं जो दो लोग पीछा कर रहे हैं वो कुछ कर सकते हैं या फिर या पुलिस का वापस से इंटरेस्ट आ सकता है। तो देखते हैं फिर आप भी देखो हम देखते हैं। लेट्स स्टार्ट। പിന്നെ നിങ്ങളോട് വരാൻ പറഞ്ഞത് ജോർജ് കുട്ടിയുടെ ചില പ്രത്യേക കാര്യങ്ങൾ സംസാരിക്കാനാണ്. അഞ്ജു അനു ഇപ്പൊ ഫേസ് ചെയ്യുന്ന ഒരു ചെറിയ പ്രശ്നം എന്താന്ന് വെച്ചാല് നിങ്ങളുടെ കേസിന്റെ കാര്യത്തിലെ ക്ലാരിറ്റി കുറവാണ്. സെയിം ബാത്. ലോകത്തിലെ ഏത് മക്കളും സ്വന്തം അച്ഛനെ വിശ്വസിക്കുന്നതിനേക്കാൾ ക്ലാരിറ്റി മാംഗ് रही है. അവരൊന്ന് വലിയ കുട്ടികളാണ്. അവരുടെ ഉള്ളിൽ കുറെ ചോദ്യങ്ങളും ഉണ്ട്. അതിനൊക്കെ ഉത്തരം കൊടുക്കാൻ ജോർജ് കുട്ടിക്ക് മാത്രമേ കഴിയൂ. क्या हुआ था? അവരെയും കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും इनको क्लैरिटी चाहिए मुझे लग रहा है. എന്നിട്ട് അവരോട് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. അത് അവർക്ക് ഒരുപാട് ഗുണം ചെയ്യും. नहीं यार, मेरे हिसाब से भी नहीं. नहीं ट्रिप पे तो ले जाओ. मतलब पर फैमिली के साथ जाएं तो बेटर है. ओह वाओ. बट डोंट रिवील. वकील है? वकील? वकील भी आई है इनके साथ. വക്കീൽ ഞാൻ വിളിച്ചിട്ട് വന്നത്. ഡോക്ടർ രഞ്ജിനി മാഡം പറഞ്ഞു കേസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തോ ചോദിച്ചറിയാൻ ആഗ്രഹമുണ്ടെന്ന്. तो उसके लिए वकील ही ले आया. ആ നന്നായിട്ട് പോകുന്നു. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. വക്കീലിന് എന്താ? നോ ഐ ആം ഗുഡ്. ഞാൻ കഴിച്ചിട്ടാ വന്നേ. ആ നിങ്ങൾക്ക് എന്താ അറിയണ്ടേ ചോദിച്ചോ. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളൊന്നുമില്ല അച്ഛാ. ഈ കേസ് എന്തായി, ഇത് അവസാനിച്ചോന്ന് അറിയാനാ. It's over, yes. Of course. ടെക്നിക്കലി അവസാനിച്ചിട്ടില്ല. और नहीं हुआ. പ്രാക്ടിക്കലി അവസാനിച്ച പോലെയാ. നമ്മുടെ നാട്ടില് തെളിയാതെ കിടക്കുന്ന ധാരാളം കേസുകളുണ്ട്. അതിലൊന്നായിട്ട് ഇത് മാറും. അപ്പോ പോലീസ് ഇനി ഇത് അന്വേഷിക്കില്ല. അവർ അന്വേഷിക്കാൻ ബാധ്യസ്ഥരാണ്. പേരിന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ആ പയ്യന്റെ ഫാമിലി ഈ കേസ് നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. But अब तो ഇപ്പോ അവർക്ക് വേണ്ടത് കിട്ടിയ സ്ഥിതിക്ക് they've got what they wanted. ഇതിന്റെ പിന്നാലെ നടക്കാൻ താല്പര്യം. ഗീതാ പ്രഭാകർ ഇതങ്ങനെ വിട്ടുകളയോ? हाँ. नहीं. इसे कैसे पता? നിനക്കെങ്ങനെ അറിയാം? യുഎസിലുള്ള ഒരു മല്ലു യൂട്യൂബ് ചാനലുകാർ റിപ്പോർട്ട് ചെയ്തത് ചേച്ചിയും കണ്ടതല്ലേ? इसने भी देखा है. സി പുതിയ എന്തെങ്കിലും തെളിവുകൾ കിട്ടാതെ പോലീസിന് ഈ കേസിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ അത് पूछो. कि ओरिजिनल हड्डियां कहाँ हैं? അല്ല മോൾക്ക് എന്തോ ചോദിക്കാനുണ്ട്. മോള് ധൈര്യമായിട്ട് ചോദിച്ചോളൂ. पूछो. സംഭവം കഴിഞ്ഞ 6 വർഷത്തോളം ഇനി ഒന്നും പേടിക്കാനില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പോലീസ് വീണ്ടും വന്നത്. ഇനിയും അങ്ങനെ സംഭവിച്ചൂടെ? DNA വൈരുദ്ധ്യം കാരണം ഹൈക്കോടതി നമ്മുടെ കേസ് കോഷ് ചെയ്തല്ലേ? हाँ. അച്ഛനത് എങ്ങോട്ടോ മാറ്റിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. പോലീസ് അത് വീണ്ടും കണ്ടുപിടിച്ചാലോ? ഏതെങ്കിലും രീതിയിൽ അത് നിങ്ങളെ കണക്ട് ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പൊ പിന്നെ അത് പോലീസ് സ്റ്റേഷനിൽ കണ്ടുപിടിച്ചതിന് നമ്മൾ എന്തിനാ പേടിച്ചത്? അന്ന് ജോർജുവിന്റെ കണ്ടൊരു സാക്ഷിമൊഴി ഉണ്ടായിരുന്നു. അതായത് സാഹചര്യ തെളിവുകളുടെ ബലം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഇനി ബോഡി റിമൈൻസ് കിട്ടാത്തിടത്തോളം കാലം നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? സ്ട്രോങ് ആയിട്ടുള്ള പുതിയ पर സാഹചര്യ वो തെളിവുകൾ अस्थियां तो चली गई ना, वो भी. उसने वो जला दी थी हमारे सामने तो. हाँ, उसका अंतिम संस्कार प्रॉपर हो गया. This case is over. പിന്നെ പ്രഭാകരന്റെ കുടുംബം അത് വിട്ടു. പോലീസിന് നിങ്ങൾക്കെതിരെ पर जॉर्ज कुटी की शक्ल पे लग रहा है कुछ तो है. कुछ है गड़बड़ अभी भी. നമുക്കെല്ലാവർക്കും എതിരെ ഇപ്പൊ ഒരു പ്രൊപ്പഗാൻഡ നടക്കുന്നുണ്ട്. हैं? क्या? സോഷ്യൽ മീഡിയ അത് സീസണിലല്ല. പുതിയ ടോപ്പിക് इनके लॉयर जो ना बहुत ऑप्टिमिस्ट है. നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. റാഷണലായി ചിന്തിക്കുന്ന ഒരാൾ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. Finally, yes. थोड़े आंसर्स तो मिले होंगे. ഫുഡ് കഴിച്ചിട്ട് പോകായിരുന്നു. ഇല്ല, എനിക്ക് 8:30 ഒരു ക്ലൈൻറ്റ് ഉണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ആവശ്യം ആയതുകൊണ്ടാണ് ഓടി പിടിച്ചിങ്ങി വന്നത്. ഞാൻ വക്കീൽ ഫീസിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഈ ആസിഡിന്റെ കാര്യം എന്താ അവരോട് പറയാൻ പറ്റാത്തെ? एसिड? പിള്ളേരൊക്കെ വലുതായി വരികയല്ലേ. वो जो शायद जो അവരുടെ ചിന്തകൾ बर्न किया डाल था रहे थे जिससे वो हाँ. केमिकल जो. അവരെ രക്ഷിക്കാനാണെങ്കിലും
ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനൊരു ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായി. അവരങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. പിന്നല്ലേ ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. എല്ലാം കഴിഞ്ഞില്ലേ? ये तो काम क्रिमिनल से भी बेटर ही है. കഴിഞ്ഞു. ബി പോസിറ്റീവ്. सच में बहुत ऑप्टिमिस्टिक है ये. चलो यार वो लोग खुश हो गए, अच्छा हुआ एक बार बात हो गई इनकी. ओए ये इन्हीं के पास आई है. अभी भी यही है. ചെയ്യണതിന്റെ ഭാഗമായിട്ടാണ് Documentary. സാറിന്റെ വൈഫ് ഇപ്പൊ എവിടെയുണ്ട്? അവിടെ കൽപ്പറ്റയില कलपत्ता. ട്രാൻസ്ഫർ ആയിട്ട് പോയി ഏതാണ്ട് ഒരു 6 മാസത്തോളായി. മോളിൽ ഒരു പെർമിഷൻ കിട്ടാതെ അത് ശരിയാവത്തില്ല. എന്നാ സാർ വൈഫിനോടൊന്ന് സംസാരിച്ച ആ കേസിനെ കുറിച്ച് എന്റെ എന്തെങ്കിലും मेरी wife तो नहीं बोलेगी. നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. क्या बात है. അങ്ങനെ തക്കതായ എന്തെങ്കിലും കാരണം ഉണ്ടാവും. ओ ആ കാര്യത്തില് സാറിന്റെ ഭാര്യയ്ക്ക് നല്ല കുറ്റബോധം ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ട്. ഓ അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാല്ലേ? सब पता है. പിന്നെ സാർ ഇപ്പൊ സസ്പെൻഷനിലാണെന്നും കേട്ടു. അതെ. അത് എന്താ സാർ കാരണം? എന്തായാലും വരും കേസുമായിട്ട് അതിനൊരു ബന്ധമില്ല. സാർ ഞാനൊരു പ്രപ്പോസൽ തരട്ടെ. क्या? സാർ ഒഫീഷ്യലായിട്ട് കോപ്പറേറ്റ് ചെയ്യണ്ട, അൺഒഫീഷ്യലായിട്ട് കോപ്പറേറ്റ് ചെയ്താൽ മതി. സാർ പറയുന്ന ഒരു കാര്യവും റെക്കോർഡിൽ വരില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് ഇൻഫർമേഷൻ സാറിൻ്റെ വേണം. അതുകൊണ്ട് എനിക്കെന്താ ഗുണം? സാർ അത് നമുക്ക് സംസാരിക്കാം. मतलब ये पैसे मांग रहे हैं. दे रहे हैं, वो दे रहे हैं, मतलब ये तो फिर बोल रहे हैं दे रहे हो तो Unofficially कुछ अच्छा दो. रहो हाँ. नहीं, जो ये रिपोर्टर्स हैं ये पैसे देंगे उनको. हाँ. अच्छा. बट ये शॉर्ट फिल्म ഈ ഭീമിന്റെ क्यों बनाना चाह रहे हैं? डॉक्यूमेंट्री. തടിയിലെ हाँ सेम बात. കണ്ണാടിയൊക്കെ വെച്ചൊരു ബോർഡർ പോലെ കൊടുത്ത് ചെയ്യാം. അതുപോലെ ഒരു ഹാൻഡ് റെയിൽ ഇവിടുന്ന് അവിടെ വരെ വെച്ചാൽ നന്നായിരിക്കില്ലേ? ചെമ്പ് എത്ര ഒരച്ചാലും പൊന്നാവില്ല ജോർജ്. പഴയ വീടെ കിടന്ന് പണിയാതെ. नया घर. नहीं आकर. ഞാൻ എത്ര തവണ പറഞ്ഞതാ. ഇയാളിങ്ങ് വന്നേ. അതെ, ഞാൻ പറയുന്ന പോലെ തനിക്ക് വലിച്ചു തരാൻ പറ്റുമോ? ഇയാള് പോയെ. അച്ഛാ अब क्या हो गया? അച്ഛാ അച്ഛാ ഇത് നോക്കിയേ. എന്താ क्या हो गया अब? मूवी का कोई मुसीबतें शुरू हो गई वापस से. അമ്മ നമ്മുടെ സിനിമ യൂട്യൂബില് ओ पायरेसी. ഇതായിരുന്നോ? നിന്റെ വീട് കേട്ടപ്പോ എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. ഇതൊരു പ്രശ്നമല്ലേ അപ്പോ? ഒരു സിനിമ എടുത്ത് വെച്ചിട്ട് മനുഷ്യന്റെ शांति नहीं है घर में. ജോർജുട്ടി ഞാൻ ദുബായിലാണ്. ജോർജുട്ടി അങ്ങോട്ട് വാ, നമുക്ക് ഒരുമിച്ച് പോയിട്ട് DGP കാണാം. അതിനുവേണ്ടി ഏർപ്പാട് ഞാൻ ചെയ്തോളാം. ये बड़ा हीरो होने का फायदा है. ഈ ഫോറൻസിക് ഓഫീസിൽ നിന്ന് വരുണിന്റെ റിമെയിൻസുമായി ജോർജ് കുട്ടി എങ്ങോട്ടാ പോയതെന്ന് പോലീസ് അന്വേഷിച്ചില്ലേ? ഈ മൊബൈൽ ലൊക്കേഷൻ ഒക്കെ ട്രാക്ക് ചെയ്താൽ ഇപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടുമല്ലോ. കിട്ടും. പോലീസ് അത് അന്വേഷിക്കുകയും ചെയ്തു. കോട്ടയത്ത് നിന്ന് അയാൾ മണിമല ഭാഗത്തേക്കാണ് പോയത്. അവിടെ പൊന്തമ്പുഴ ഫോറസ്റ്റിന്റെ ഭാഗത്തായിട്ട് ഒരു 2 മണിക്കൂറോളം അയാൾ ഉണ്ടായിരുന്നു. പിന്നെ മുണ്ടക്കയം കുട്ടിക്കാനം വഴി അയാൾ തിരിച്ച് രാജാക്കാടെത്തി. अच्छा. അപ്പോ പൊന്തമ്പുഴ ഫോറസ്റ്റിലായിരിക്കും അയാൾ അതിട്ടിരിക്കുന്നത് അല്ലേ? അങ്ങനെ ആവാം. ചിലപ്പോ പോലീസിനെ കബളിപ്പിക്കാനുള്ള ഡൈവേർഷനുമാവാം. ओ പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ അയാൾ. हाँ. അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്. സി, നിങ്ങളുടെ ചീഫ് എഡിറ്റർ എന്റെ പരിചയക്കാരനായിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറായി. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് എന്തും പറയാമെന്നല്ല. സോറി സർ. बट ये पैशनेट क्यों है ये डॉक्यूमेंट्री बनाने के लिए? അനാസ്ഥ, കഴിവുകേട് എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രായോഗിക ബുദ്ധിമുട്ട് True ആരും and കാണാറില്ല. accurate. ഏകദേശം 53,000-ഓളം പോലീസുകാരാണ് ഈ സംസ്ഥാനത്തുള്ളത്. അതായത് 650 പേർക്ക് ഒരു പോലീസ്. ओके. ദിനംപ്രതി കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ഞങ്ങൾക്കും പരിമിതികളുണ്ട്. ചുമ്മാ അറസ്റ്റ് ചെയ്താൽ മാത്രം പോരല്ലോ. കോടതിയിൽ അയാളെ ശിക്ഷിക്കാൻ ഉതകുന്ന തെളിവുകൾ കൂടി കണ്ടെത്തണ്ടേ? ഗീതാ പ്രഭാകരും ഈ കേസിൽ നിന്ന് പിന്മാറി എന്നുള്ളൊരു ടോക്ക് ഉണ്ടല്ലോ സർ, അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അവര് കേസിൽ നിന്ന് പിന്മാറിയിട്ടൊന്നുമില്ല. She hasn't. ഇൻട്രസ്റ്റ് അല്ലേ? അതെന്തായിരിക്കും കാരണം സർ? ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. 2 बार हार चुके हैं वो. ഈ വരുണിന്റെ ശേഷക്രിയ ചെയ്യാനുള്ള ബോഡി റിമെയിൻസ് അത് അവർക്ക് എങ്ങനെ കിട്ടി സർ? ओ सही क्वेश्चन. സ്മോൾ വേൾഡ്. ओ പീപ്പിൾ ടോക്ക്. അതിന് സൺഡേ അല്ലേ? ഇന്ന് അവിടെ തങ്ങും. നാളെ ഹരി മാർഷാട് വരും. അദ്ദേഹത്തോടൊപ്പം DGP കാണാൻ പോകും. വേറെ എന്തെങ്കിലും അറിയണോ? അച്ഛാ അച്ഛാ ഞാൻ പറഞ്ഞ കാര്യം അച്ഛക്ക് എന്ത്? യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂരിൽ ഒരു കോഴ്സ് പഠിക്കാൻ പോകുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ യൂണിവേഴ്സിറ്റി ഇല്ലാഞ്ഞിട്ടാണോ സിംഗപ്പൂർ പോകുന്നത്? സൈബർ സെക്യൂരിറ്റിക്ക് ആ യൂണിവേഴ്സിറ്റിയാണ് നല്ലത്.
ഞാൻ പോയിട്ട് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. और वो पढ़ाई साइबर सिक्योरिटी की कर रही है, वाह. इन्हें फायदा हो सकता है उससे. സാറേ എവിടേക്കുള്ള യാത്രയാണെന്ന് തോന്നുന്നു. ഒന്ന് ട്രിവാൻഡ്രം വരെ പോവാ. ആ സാറേ നല്ല 2 കേസ് തോന്നിട്ടുണ്ട്. ओ दो. ഇവിടുന്ന് ഒന്ന് പാലായിന്നാ, മറ്റേത് തൊടുപുഴയാ. പക്ഷേ ഈ തൊടുപുഴ പാർട്ടി ഓസ്ട്രേലിയയിലാ. അല്ല, വിദേശത്തുള്ള കേസൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പക്ഷെ അവര് നല്ല പാർട്ടിയാ. ആ പള്ളിയിലെ ആ കാര്യേ ഡീറ്റെയിൽഡ് ആയിട്ട് റാണിയോട് പറ. നീ ആ രാജനോട് പോയി ഒന്ന് അന്വേഷിക്കാൻ പറ. ऑस्ट्रेलिया वाले को तो भाव ही नहीं दिया. जाना ही नहीं है आउट ऑफ इंडिया. भेजना नहीं है उनको, हाँ, डर है अपनी भेजना बेटी का. नहीं है. बहुत प्यार से उन्होंने रखा हुआ है. हेडक्वार्टर्स केरला. उनको सब ऐसे लुक्स देते हैं. लाइक काइंड ऑफ इन पे वो ये बॉस फील्स आती है कि नहीं. जॉर्ज कुट्टी आया भाई, इसने हम सबको बेवकूफ बनाया. പിന്നെ ജോർജ് കുട്ടി DGP സാറുമായിട്ടൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായി. സാറൊരു മീറ്റിംഗിലാ, പുറത്ത് വെയിറ്റ് ചെയ്യൂ. ജോർജ് കുട്ടി, ओह സുരേഷ് ബാബു സാർ. സാറിനൊന്നും വിളിക്കണ്ട, ഞാൻ സർവീസിലില്ല, നേരത്തെ ഇറങ്ങി. മോളുടെ ഹയർ എഡ്യൂക്കേഷന് കുറച്ച് കാശ് വേണമായിരുന്നു. അല്ല, ജോർജ് കുട്ടി എന്താ ഇവിടെ? ഞാൻ DGP സാറിനെ ഒന്ന് കാണാൻ വന്നത്. നടൻ ഹരികുമാറും വരുന്നുണ്ട്. ഞങ്ങളുടെ സിനിമയുടെ ഒരു വ്യാജനാക്കി यूट्यूब वाले की वजह से. ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ വന്നതാ. ഇരിക്കി. ആ. സാറിന് 2 കുട്ടികൾ. മോൻ ബിടെക് കഴിഞ്ഞു, പണിയുന്നായിട്ടില്ല, ഇത്തിരി ഉഴപ്പുണ്ട്. സാർ ഇപ്പൊ ഇവിടെ എന്റെ VRSന്റെ 1-2 പേപ്പർ ശരിയാക്കാൻ വേണ്ടി വന്നു. People. ജോർജ് കുട്ടി, പടം കാണാൻ പറ്റിയില്ല കേട്ടോ, നല്ല ഉറപ്പിലായിരുന്നു. കേസൊക്കെ ഒതുങ്ങിയില്ലേ? चलो सब वही बात करते हैं. बस कर जाओ. എനിക്കറിയില്ല സാർ. പോലീസിന് ഇനി അതിന്റെ പുറകെ പോവാൻ വലിയ താല്പര്യമില്ലെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലാണ് ജോർജുട്ടിയുടെ കേസ് പോയത്. സത്യത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായി വീട്ടിൽ വരുമ്പോൾ സഹദേവനൊരു കളിയാണെന്നാണ് ഞാൻ കരുതിയത്. ये तो हमेशा से इनकी साइड रहे थे. എന്നെങ്കിലും നേരിൽ കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യമുണ്ട്. क्या? क्या तुमने किया था? സത്യത്തിൽ ഇതൊരു സെൽഫ് ഡിഫെൻസിങ് ആയിരുന്നില്ലേ? ओह എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നില്ല? ഗീത മാഡം, അവരായിരുന്നില്ലേ നിങ്ങളുടെ ഭയം? कुछ आंसर कुछ नहीं नहीं कर बोले. रहे. തെറ്റ് ശരിയാ, അവർ വിചാരിച്ചാൽ പലതും നടക്കുമായിരുന്നു. അല്ലെങ്കിലും ഈ കേസിൽ ആർക്കും നിങ്ങളെ കുറ്റപ്പെടുത്താനാവില്ല. കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ഡിപ്പാർട്ട്മെന്റിലെ നല്ലൊരു ശതമാനം ആളുകളും आ गए वो. മാനസികമായിട്ട് നിങ്ങൾ കുടുംബത്തോടൊപ്പമായിരുന്നു. പിന്നെ മനുഷ്യരല്ലേ, ഈഗോയും വാശിയുള്ളവരുണ്ടോ? ആ, ജോർജ് കുട്ടിയുടെ ഹീറോ എത്തിയാലോ? Hero is here. नहीं, वो उनके लिए कैसा होगा था. नहीं, मोहनलाल सर उनको सर बुला रहे हैं, उनको हीरो बुला रहे हैं. एक्चुअली हीरो तो यही है. ഫോട്ടോ എടുക്കണോ? അയ്യോ, നമ്മുടെ ആ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ? ആ, പിന്നെ ജോർജ് കുട്ടി, ജോർജ് കുട്ടി വിചാരിച്ച എന്തെങ്കിലും ചാൻസ്? ഞാൻ നോക്കാം സാർ. സാർ ഓക്കെ. ജോർജ് കുട്ടി നേരത്തെ വന്നേ, ഞാനൊരു അരമണിക്കൂറായി. ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ആയി. സാർ ഇത് സുരേഷ് ബാബു ഞങ്ങളുടെ സ്റ്റേഷനിൽ പണ്ടുണ്ടായിരുന്നു. BGP ഒരു മീറ്റിംഗിലാണെന്ന് പറഞ്ഞു. ആ വിളിക്കും സാർ. മീറ്റിംഗ് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കുന്നു. इनके आते ही मीटिंग ओवर. ये सही है. ഞാൻ വിളിക്കാം. മലയാള സിനിമാ വ്യവസായത്തിന് പുത്തൻ ഉണർവായി മാറിയ ഹരികുമാർ ചിത്രം ഇതിനകം 100 കോടി രൂപ 100 crore. പുറത്തുവരുന്ന വാർത്തകൾ. ഹരികുമാറിന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ സാറേ പോന്നു. സംവിധാനം ചെയ്ത ഞാനൊരു 5 മിനിറ്റായി. ആ പാലയുള്ള വീട്ടുകാരെ പറ്റി ഞാൻ അന്വേഷിച്ചിരുന്നു. പാല. കുടുംബക്കാരാ, ബേസിക്കലി കൃഷിക്കാരാണ്. പയ്യൻ പഠിച്ചത് വെല്ലൂരാണ്, ഇപ്പൊ എറണാകുളത്ത് ജോലി ചെയ്യുന്നു. ഇവര് താഴെ 2 പേരുണ്ട്, ഒരു അനിയനും അനിയത്തിയും. 2 പേരും ഇപ്പോൾ ചെന്നൈയിൽ പഠിക്കുക. അപ്പൊ നല്ല കേസല്ലേ? നല്ല കേസൊക്കെയാണ്, പക്ഷെ അപ്പന്റെ അടുത്ത സുഹൃത്താണ് തൃശ്ശൂർ സോണിലേക്ക് കുഴപ്പമായിട്ട് തോന്നിയത്. चलो, पुलिस से तो नाता इनका रहता ही है हमेशा. ആ, ഹലോ, Director. congratulations, ചെലവുണ്ട്. താങ്ക് യു സോ മച്ച്. നന്ദി ഞാനല്ലേ പറയണ്ടേ? ഒരിക്കലുമില്ല,
ചേട്ടന് വേണേ വേറെ ഏത് വലിയ സംവിധായകരിലേക്ക് പോകായിരുന്നു. തുടക്കക്കാരനായ എന്നെ പരിഗണിച്ചു. അതിന്റെ വലിയ കാര്യമില്ല. വാ स्टोरी इनकी थी, इनका खुद का था, डायरेक्टर का मतलब ही नहीं था. ഞാൻ വേറെ വഴിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പൊ രണ്ട് സന്തോഷങ്ങൾ ചേട്ടനായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചാൽ क्या? എന്താണ്? ഒന്ന് നമ്മുടെ 100 കോടി, Okay. പിന്നെ എന്റെ രണ്ടാമത്തെ സിനിമ Ooh. കണ്ടു. അടിപൊളി. Congratulations. ഹീറോ ആരുടെ കഥയാണ്? ആ കഥ എന്റെ തന്നെ, ഞാൻ തന്നെ എഴുതുന്നത്. खुद की स्टोरी. ഫഹദ് ഫാസിൽ. फर्स्ट फासिल सुपर हिट. ആശംസകളും പ്രാർത്ഥനകളും. എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും. അപ്പൊ ചേട്ടാ ഞാൻ ഇറങ്ങട്ടെ, കുറച്ച് തിരക്കുണ്ട്. ഓക്കെ ശരി, കാണാം. അനീഷേ, ഓ എനിക്കൊരു ഉപകാരം ചെയ്യാം. അതെന്ത് ചോദ്യം ചേട്ടാ, എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. इस मूवी के डायरेक्टर का नाम भी अनीश है मेरे ख्याल से, है ना? രാജിനെ ഒന്ന് വിളിക്കാൻ പറ. വലിയ ഉപകാരം ചോദ്യൂട്ടി. മോന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. എനിക്കാണെങ്കിൽ ഈ वो इनकी സിനിമക്കാരെ हेल्प कर പരിചയം. रहे हैं. എന്ത് ചെയ്യണമെന്ന് अब तो ऐसा लगता है हर कुछ ना कुछ सोच के ही करते हैं, तो ये भी कोई प्लानिंग है. ഓക്കെ സാർ. സാറിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എപ്പോൾ വേണേലും എന്നെ വിളിക്കാം. എന്നാ ശരി, ഗുഡ് നൈറ്റ്. नहीं तो नॉर्मली बोल देते हैं ना लोग कि हाँ मैं देख लूंगा, पर ये ऐसे नहीं है. इन्होंने घर जाकर कॉल किया. हाँ पर ऐसा लगता है हर चीज का कोई पर्पस है इनकी लाइफ. मुझे लगा इनको ये ऐसे संभाल के रखते हैं कि कोई काम आ जाए तो. പിള്ളേർ ഇറങ്ങിയോ? मतलब ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്. എന്നിട്ടെന്തിനാ പോലീസുകാരൻ സുഹൃത്താണെന്ന കാരണത്താൽ ആ പ്രപ്പോസൽ വേണ്ടെന്ന് വെച്ചത്? ഇനി പോലീസുകാരുമായി वो ബന്ധമുള്ള अंजू पे ആരെങ്കിലും अफेक्ट ഈ करेगा. കല്യാണത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ओ वो बाद में मना ही करते, तो हमने ही मना कर दिया. സമയമാകുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരാളെ ദൈവം നമ്മുടെ മുന്നിലെത്തിക്കും. മോളുടെ കല്യാണം നടക്കാനായി 9 നൊവേന കൂടാന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. 9 novenas. ജോർജ് കുട്ടിയുടെ ഒരു കാര്യത്തില് എനിക്ക് ഭയങ്കര അഭിപ്രായ വ്യത്യാസമുണ്ട്. क्या? ഞാൻ പറഞ്ഞത് वो കേട്ടില്ലേ? पूछ भी नहीं रहे. എനിക്ക് ജോർജ് കുട്ടിയോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന്. അത് പുതിയ സംഭവമൊന്നും അല്ലല്ലോ. അതല്ല, അഞ്ജുവിന് വിദേശത്തുനിന്ന് ആലോചന നോക്കണ്ടെന്ന് हाँ फॉरेन के प्रपोजल्स. എന്റെ മകൾ എന്റെ കൺവെട്ടത്ത് Close തന്നെ to me. ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? എങ്ങനെങ്കിലും അവിടെ നശിച്ച നാട്ടിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ട് പോട്ടെ എന്റെ नहीं, ജോർജ്. नहीं, നശിച്ച നാടോ? നിനക്കെന്നോലെ ഈ നാട് നശിച്ചത്? അവളുടെ എത്ര ആലോചനകളാ മുടങ്ങിപ്പോയെന്ന് ജോർജ് കുട്ടിക്ക് അറിയാവുന്നതല്ലേ? അതിന് ഈ നാട് എന്ത് പിഴച്ചു? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് അതിന് കാരണം. പിന്നെ നാട്ടുകാർ പറയാം, അത് മനുഷ്യ സഹജമായ കാര്യമാണ്. അത് നമ്മൾ ഏത് നാട്ടിലായാലും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുള്ളൂ. സമ്മതിച്ചു. പക്ഷെ അവളുടെ പ്രശ്നങ്ങള് അവള് തന്നെ കൈകാര്യം ചെയ്യാൻ പഠിക്കണ്ടേ? എന്തിനും ഏതിനും അവളിപ്പോ ജോർജ് കുട്ടിയെ ആശ്രയിക്കുവോ? बात അത് तो सही है. നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞൂന്ന് ജോർജ് കുട്ടി തന്നെ പറയുന്നു. അത് സത്യമാണെങ്കിൽ ഇനി അവളെ അവളുടെ വഴിക്ക് വിട്ടൂടെ? हाय टाइम. ഇപ്പൊ തന്നെ അനുവിന് പുറത്ത് പോയി പഠിക്കണമെന്നുണ്ട്. അതിന് എന്തിനാ दोनों ജോർജ് बेटियों को കുട്ടി बाहर भेज दोगे? പണമില്ലെന്ന് ഇനി പറയരുത്. അഞ്ജുവിനെ എവിടെ വേണേലും വിടാം, പക്ഷെ ചെറുതിനെ അവർക്ക് ഇച്ചിരി പിടപ്പ് കൂടി, കുറച്ചുകൂടെ പക്വത കണ്ടിട്ട്. എന്തിനും ഏതിനും ജോർജ് കുട്ടിക്ക് കുറെ മറുപടിയുണ്ട്. हाँ. करो जो करना, जाओ. मुझे भी यही लगता है, अभी तो वो छोटी है यार. नेल कटर को जेब में रख दिया. फिर कौन आया? किसी ने लाइट मारी ऐसा लगा. लाइक गाड़ी मेरे को की. तो हाँ कार की लगी, हाँ. और डॉग्स भी भौंक रहे थे, उससे वही पता लगता है. तो यार यहाँ पे मुझे ना समझ नहीं आ रहा है. मेरे को लगता है हर चीज जो ये कर रहे हैं ना, अब उसके पीछे ना कोई पर्पस है या कोई ना कोई प्लानिंग ही चल रही है. क्योंकि जो इनके पुराने इंस्पेक्टर जो फ्रेंड थे, उनसे ये मिले, उन्होंने इनको ये भी बोला कि भाई मेरे बेटे को मूवीज में इंटरेस्ट है तो आप उनकी हेल्प कर सकते हो. एंड घर आके अब इनकी पूरी कॉन्वर्सेशन भी उनके साथ हो रही है. तो ये एक्चुअल में कोई प्लान है या फिर वो नॉर्मली बात कर रहे हैं? जबकि देखा जाए तो लास्ट में ऐसा लग रहा था कि वो ऐसे थोड़े दुख होके गए थे कि भाई इसने मेरी बात नहीं सुनी, बट उन्होंने सुनी भी और इम्प्लीमेंट भी करवाई, और इन दी एंड असिस्टेंट लगवा भी दिया. भाई फहद फासिल की मूवी में ऐसे छोटी मोटी मूवी भी नहीं लगवाया. एंड साथ में देखा जाए तो अभी केस जो है ना थोड़ा सा ऐसा ही चल रहा है कि पुलिस इतना इंटरेस्ट नहीं ले रही है, पर ऐसा लग सकता है कि वो जो डॉक्यूमेंट्री वाले हैं ना, उनकी वजह से कुछ ना कुछ हो सकता है, बिकॉज वो इतना ज़्यादा इंटरेस्ट ले रहे हैं, वो हर चीज़ करना चाह रहे हैं, और वो इवन पैसा देने को रेडी हैं. ये सब सच जानने के लिए बहुत सस्पिशियस है. मुझे भी समझ में नहीं आ रहा कि रिपोर्टर की ऐसी तो क्या क्यूरियोसिटी, और उसको देख के लग रहा है कि वो बहुत ज़्यादा ना शार्प दिमाग वाली है. जैसे उसने बोला था कि यार वो लास्ट में जो अस्थियाँ आई वो कहाँ से आई, तो ये सोचने वाली
बात है। और ऑल्सो जो गीता प्रभाकर है ना, उसने अपना केस वापस भी नहीं लिया। मुझे लगा कि उसने ले लिया होगा। तो अभी वो डॉर्मेट हो चुकी है, लेकिन फिर भी केस तो चालू है। सो आप लोग कैसे लगा कमेंट सेक्शन में जरूर बताएगा। तो इसे लाइक करते जाए, कमेंट करते जाए, शेयर करते जाए और सब्सक्राइब करिए। बाय।